ഇത്തിരി പൂമായി കാത്തും ഇന്ന് ഞാൻ അലസവ മണ്ഡപത്തിൽ. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. പാടട്ടെ? പാടി. ഡോക്ടർ അമരേന്ദ്രൻ പ്രണയത്തിലാണ്. നോട്ടത്തിലോ ഒരു കോമഡി ഡോക്ടർ, കാര്യത്തിലോ സീരിയസ് ഡോക്ടർ. തളരരുത് രാമൻകുട്ടി, തളരരുത്. പെരേരയ്ക്ക് ഒരു അസേ ഡയറക്ടർ, ആക്ടർ എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചത്? പെരേരയുടെ കൂടെ ഒക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ മേ ബി ഫ്യൂച്ചറിലേക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ളത്. ആ പ്രൊഫഷണലിസം ചെയ്താൽ മാത്രമേ ആ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ പറ്റുള്ളൂ. ഒരു ടീച്ചറും ഡോക്ടറും അല്ലെങ്കിൽ പോലീസ് ആയിട്ടുള്ള ക്യാരക്ടർ നോക്കിക്കേ താത്തിക്ക്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചപ്പോ പറഞ്ഞു എനിക്ക് മൈക്ക് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മൈക്ക് ചെവി കേൾക്കില്ലേ? നമ്മളാണോ അങ്ങനെയാണോ ഡയലോഗ്? കാവ്യമാധവൻ. വേറെ ജയസുവിന്റെ പട്ടറിയല്ല. ആകാശത്തുനിന്നൊരാനെ കിട്ടിയേ, ആകാശം കൂടെ പോന്നേ, ആളെത്തിരി ആളാവാനൊരു പൂരം വന്നേ, ആ പൂരം ഇന്നാണെന്നേ. ഹായ്, ഹലോ, വെൽക്കം എവരിവൺ. എല്ലാവർക്കും ഇൻഫ്രീ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആർക്കും തന്നെ വേണമെന്നില്ല. അപ്പൊ നമുക്ക് അതിന് തന്നെ അവരെ വെൽക്കം ചെയ്യാം. വെൽക്കം അലഞ്ചസ് പെരേര ആൻഡ് പമ്പ. നിങ്ങളുടെ ഏറ്റവും പുതിയ വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ അമരേന്ദ്രനാഥ് പ്രണയത്തിലാണ് എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്? അതൊരു എന്താ പറയാ ഡോക്ടർ സബ്ജക്റ്റ് ആണ്. ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു ആദ്യത്തെ ഒരു വർക്ക്. എന്താണ് പമ്പ പറയാനുള്ളത്? ഇത് ആക്ച്വലി റിയൽ ലൈഫിലും ഡോക്ടറായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതാണ് ഓക്കെ. അതും ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ AJPയുടെ കൂടെ തന്നെ എങ്ങനെയാണ് AJP കണ്ടുമുട്ടുന്നത്, ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിപ്പെടുന്നത്? ആക്ച്വലി ആദ്യം ഞാൻ ഐറ മീഡിയയുടെ കൂടെ ഒരു റീമേക്ക് ചെയ്തു. അതിന്ന് കുറച്ച് വൈറലായിട്ട് അതിനുശേഷം AJP എന്നെ ടെക്സ്റ്റ് ചെയ്ത് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, ഷോർട്ട് ഫിലിംസ് ഉണ്ട്, റീൽസ് ചെയ്തിട്ടാണ്. ആണല്ലേ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? ആക്ച്വലി ഫസ്റ്റ് വിളിച്ചപ്പോ ഹി വാസ് ലൈക്ക് ഇങ്ങനെ ഇന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ, എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നു. എന്നെ ഒരു പ്രാവശ്യം പോലും ഫോൺ ചെയ്തിട്ടില്ല. എല്ലാ മെസ്സേജിലും ലൈക്ക് ഇന്ന ലൊക്കേഷനിൽ എത്തണം. ആ ലൊക്കേഷൻ എത്തി ഫോൺ സ്വിച്ച് ഓഫ്. അപ്പൊ വരീഡായിട്ടോ അവിടെ അപ്പൊ ഹി വാസ് ദെയർ ഓൺ ഡോട്ട്. അതിനുശേഷം എപ്പോ എന്ത് ഷൂട്ട് എന്തെന്ന് പറഞ്ഞാലും ഹി വിൽ ബി ദെയർ ഓൺ ഡോട്ട്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും, ലൊക്കേഷൻ മുന്നേ അയച്ചു വെക്കും. അങ്ങനെയുള്ള ഒരു ശീലമാണോ അതോ? അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞിട്ട് പെരേരനെ കണ്ടില്ല എന്ന് വെച്ചോ, അപ്പൊ എന്താ ചെയ്യാ? ഒറ്റയ്ക്കായിരിക്കില്ല ഒരിക്കലും. ആണല്ലേ? ആരെ കൂടെ ഉണ്ടാവും? മാനേജേഴ്സ് ആണോ? മീഡിയ മാനേജിങ്. അതാരാണ് ആ മീഡിയ മാനേജ് ചെയ്യുന്ന വ്യക്തി? കുറച്ചുപേരൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ പറയുന്ന ഷോർട്ട് ഫിലിം തന്നെയാണെങ്കിലും ഇതിനകത്ത് പാട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരുമാണ് ആലപിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ആ ഒരു പാട്ടിട്ട് നമുക്ക് പോയാലോ? ഓക്കെ, പഠിക്കൂ. പാടട്ടെ? ഡോക്ടർ അമരേന്ദ്രൻ പ്രണയത്തിലാണ്. സെക്കൻഡ് വരി ക്യാച്ച്. നോട്ടത്തിലോ ഒരു കോമഡി ഡോക്ടർ, കാര്യത്തിലോ സീരിയസ് ഡോക്ടർ. ഡോക്ടർ അമരേന്ദ്രൻ പ്രണയത്തിലാണ്. ഓക്കെ. ഈ ഒരു പാട്ടിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഈ ഒരു അമരേന്ദ്രനാഥ് എന്ന് പറയുന്ന പേരിലേക്ക് വരാനുള്ള കാരണം എന്തായിരിക്കും? അത് ബാഹുബലി കണ്ടിട്ടില്ല. ബാഹുബലി ഞാൻ ഇത് കേട്ടപ്പോ തന്നെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടുള്ള അമരേന്ദ്ര ബാഹുബലി അങ്ങനെയൊക്കെയാണോ? ഇനിയിപ്പോ അത് വെച്ചിട്ടാണോ ഇനി അമരേന്ദ്രനാഥിലേക്ക് വന്നത്? അങ്ങനെയാണോ? അങ്ങനെയാണ് ആ ഒരു പേര് കിട്ടിയത്. പടം കണ്ടത് ആ പേര് തോന്നി. ആണല്ലേ?
ഓക്കെ. എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമ ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിരിക്കുന്നത് അഭിലാഷ് അട്ടേ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. ഓക്കെ, അദ്ദേഹത്തെ റൈറ്റർ ആണ്. ഓക്കെ, ആണല്ലേ? ഓക്കെ, ഓൾ ഇൻ ഓൾ അഴകരാജ എന്ന് പറയും മാതിരി എല്ലാം AJP തന്നെയാണ്. ഓക്കെ, തിരക്കഥ കിട്ടിയപ്പോൾ എന്താണ് തോന്നിയത്? തിരക്കഥ കിട്ടിയപ്പോൾ എന്താണ് തോന്നിയത്? ഇങ്ങനെ ഒരു സബ്ജക്ട് കൊള്ളാം അങ്ങനെയൊക്കെ തോന്നുമല്ലോ. ആണല്ലേ? ഇങ്ങനെ ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞു കൊടുത്തു, അപ്പൊ അദ്ദേഹം സ്റ്റോറി ആക്കിയെന്ന് മാത്രമേ ആണല്ലേ? പിന്നെ പുള്ളി ഓപ്പണായിട്ട് കഥ പറഞ്ഞ് ഡയലോഗ്സ് പറഞ്ഞു. അപ്പൊ ഈ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തല്ലോ, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എല്ലാം വൺ ഷോട്ട് ആണ്. ആണല്ലേ? ഇതിനു മുന്നേ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല. ഓക്കെ, ഈ ഒരു സബ്ജക്ട് എടുക്കാം അല്ലെങ്കിൽ ചെയ്താൽ കൊള്ളായിരിക്കും എന്ന് തോന്നിയത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ ഒരുമിച്ച് റീൽ ചെയ്തപ്പോ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഡോക്ടർ സബ്ജക്ട് ത്രെഡ് എന്റെ മനസ്സിലുണ്ട്, എങ്ങനെ ഉണ്ടാവും, വി കൻ ഡു ഇറ്റ് ടുഗെദർ, നമുക്ക് ഒരുമിച്ച് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞു, ആ സമയത്തെ പറഞ്ഞു. അപ്പൊ നമ്മൾ അന്ന് ഡെവലപ്പ് ചെയ്തോ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ? ഓക്കെ, റിയൽ ലൈഫിൽ ഒരു ഡോക്ടറാണ്, ഇപ്പൊ ഈ ഷോർട്ട് ഫിലിമിലെ ഡോക്ടറാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ കുറച്ചുകൂടെ ഡിഫറൻസ് ആണല്ലോ, പിന്നെ ആളുകളിലേക്ക് എത്തിക്കണമല്ലോ, ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് കാണിച്ചാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ കുറച്ച് എന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ആ ചെക്കപ്പ് ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു പെരേരയ്ക്ക് ആ ഒരു ക്യാരക്ടർ ഏറ്റെടുക്കാനും അത് ചെയ്ത് ഫലിപ്പിക്കാനും? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഞാൻ ചെയ്യുമ്പോ എപ്പോഴും ആൾക്കാർ കോമഡി എന്ന് പറഞ്ഞ സംഭവമാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്നും ഒരു പ്രൊഫഷൻ എടുത്തിട്ട് നമ്മള് അത് ആക്ട് ചെയ്യുമ്പോൾ അതൊരു വ്യത്യാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഇപ്പോ അതിനകത്ത് ഫേമസ് ആയിട്ട് കുറെ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട്. മറ്റേ നമ്മുടെ കല്യാണത്തെ കുറിച്ച് തീരുമാനിക്കാം, ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ട് ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് പേഷ്യന്റിനെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനെയാണ് കാണുന്നത്. അപ്പൊ ഞാൻ പെരേരയുടെ ഒരു ഫേസ്ബുക്കിലെ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഇന്നൊരു റൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ആരെഴുതിയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് നന്മമരം അല്ലെങ്കിൽ നന്മയുള്ള പെരേരയുടെ ആ ഒരു ഇത് എന്താ പറയാ, മറ്റേ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് പേഷ്യന്റിനെ ചികിത്സിച്ചു എന്നൊക്കെ പറയുന്ന കമന്റ്സ് ഒക്കെ വരുമ്പോൾ ആണല്ലേ? ഓക്കെ, അങ്ങനെയുള്ള കുറെ കമന്റ്സ് വരും, അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സ് വരും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നെഗറ്റീവ് പണ്ട് മുതലേ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. പിന്നെ അത് പോസിറ്റീവ് കമന്റ്സ് വരുമ്പോ നമുക്കൊരു പിന്നെയും എന്തെങ്കിലും ചെയ്യാവുന്നൊരു എന്താ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. പറയട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. അവര് ചെയ്തവരുടെ വർക്ക് കാണിക്കട്ടെ. അവരൊരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു പരസ്യം, ഒരു ചെറിയ ഒരു യൂട്യൂബ് പരസ്യം ചെയ്തിട്ട് അത് യൂട്യൂബിൽ എത്തിക്കട്ടെ. അല്ലാണ്ട് ആൾക്കും എന്തും പറയാം ഇന്നത്തെ കാലത്ത്. പറയുന്ന ആൾക്കാർ എന്തെങ്കിലും ചെയ്തിട്ട് അത് 1 മില്യൺ റീച്ച്, എനിക്ക് ഞാൻ തന്നെ ചെയ്യുന്ന സാധനം 1 മില്യൺ റീച്ച് കയറണമെന്ന് എപ്പോഴും ഇല്ല. അവസാനം ഇപ്പോ എന്താ പറയാ, സന്തോഷ് പണിട്ട് ചെയ്താലും പാലാസാജി ചെയ്താലും ഞാൻ ചെയ്താലും പിന്നെ പുതിയൊരു ആൾക്കാർ ചെയ്താലും ശ്രമിച്ചു കഴിഞ്ഞാൽ വിജയിപ്പിക്കാം. അല്ലാണ്ട് നമ്മൾ ആരോടും മത്സരിക്കരുത്. മനസ്സിലായി? എന്നോട് മത്സരിച്ചിട്ട് ജയിക്കാനായിട്ട് എന്താ പറയാ, ഇലക്ഷൻ അല്ലല്ലോ. ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ ആറാട്ടന്റെ കാര്യം പറയുമ്പോ പുള്ളിക്ക് കുറച്ച് ഈഗോ ഉണ്ട്, പുള്ളി ഫീൽഡ് ഔട്ട് ആയി എന്നുള്ള കാര്യം ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. തോന്നുന്നില്ല ഫീൽഡ് ഔട്ട് ആയി തോന്നില്ല. ഓക്കെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്റെ കുറച്ച് എന്നെ ആരാധിക്കുന്നതായിട്ട് കുറച്ച് PR ടീം ഉണ്ടല്ലോ സർക്കിളിൽ, എന്റെ 2K സ്റ്റുഡൻസ് എന്ന് പറയാം. അപ്പൊ 2K ആൾക്കാര് പുള്ളിയെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. എന്റെ കുറച്ച് ആരാധികമാരും പുള്ളി ആ ഒരു പലരും പറയാറുണ്ട് ആർട്ടിന്റെ പാട്ടോട് അറിയുമ്പോൾ അറിയുമ്പോൾ അറിയാം ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ, പുള്ളിയുടെ ആ ഒരു പാഷൻ ഫിലോസഫി കാര്യങ്ങളൊക്കെ പുള്ളി പറയണത്, ആ രീതിയിലല്ലേ പുള്ളിക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ പുള്ളി ശ്രമിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയാനില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം സോജപ്പർ എന്ന് പറഞ്ഞ റീല് റീക്രിയേറ്റ് ചെയ്തിട്ട് 1 മില്യൺ 2 മില്യൺ വ്യൂസ് വന്നിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ, അതൊക്കെ കണ്ടോണ്ടാണ് ഇപ്പൊ ആറാട്ടൻ നമ്മുടെ മറ്റേ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, വിഷ്ണു കൊച്ചിക്കാലൻ, അദ്ദേഹത്തിന്റെ കൂടെ നടന്ന കുറെ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ടായി, കാലനായിട്ടും അങ്ങനെ പക്ക കോമഡി സാധനങ്ങൾ. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് അലൻ ജോസ് അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഒരു മീശ ഒട്ടിച്ചിട്ടത് പറഞ്ഞു പോവാണ്ട് ഷൂട്ട് ചെയ്യാൻ പുള്ളിക്ക് അറിയാൻ പാടില്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനത്തെ കോമാളിത്തരം കാണിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇപ്പൊ ആറാട്ടണ്ണം കാണിക്കുന്നത് ഒരു കോമാളിത്തരമാണെന്നാണോ? അല്ല, ആ കാലം എന്ന സംഭവം ശരിക്കും ഒരു കോമാളിത്തരമാണ്. ഞാൻ ചെയ്ത സാധനങ്ങളിൽ നിന്നും എന്റെ പുള്ളി ആ ഒരു
വേറെ ഇട്ടൊരു കോമാളിത്തരം രീതിയാണ്. കാരണം ഡ്രസ് ഉരിഞ്ഞു പോവുക, മീശ പറഞ്ഞു പോവുക, അതൊക്കെ സ്ലാപ്റ്റിക് കോമഡി മറ്റേ നമ്മൾ പണ്ട് പറക്കുന്ന നൽകിയ കണ്ട പോലത്തെ ഒരു സംഗതികളാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ കോമഡി ഒന്നും ഏൽക്കുന്നില്ല, ഏൽക്കും. പക്ഷെ ആൾക്കാർ അതിനോട് ഭയങ്കര പുച്ഛവും കളിയാക്കൽ സാധനങ്ങളായിരിക്കും. അപ്പൊ അതിന് ചെയ്യാണ്ടിരിക്കുക. ഇപ്പം മീശ ഒട്ടിച്ചൊരു സാധനം ചെയ്യണമെങ്കിൽ മീശ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് മേക്കപ്പ് മാൻ കൊണ്ട് ഒട്ടിക്കുക അല്ലേ. ഞാനിപ്പോ ഒരു എന്താ പറയാ പോലീസ് സ്റ്റേഷൻ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. അതൊരു കറക്റ്റായിട്ട് മീശ കറക്റ്റായിട്ട് പോയി ചെക്ക് ചെയ്തിരുന്നു ഒട്ടിക്കാൻ വേണ്ടി. മീശ താടിയും കാര്യങ്ങളും പോലീസിലൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ക്രിസ്മസിന്റെ ഒരു സംഗതിയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു പെർഫെക്ഷൻ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്യുമ്പോ നമ്മളൊരു ഒരു 500 രൂപയാണെങ്കിൽ 500 മുടക്കി ചെയ്യുമ്പോ ആ ഒരു കണ്ടന്റ് വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു എങ്ങനെ ഉണ്ടെന്നാണ് നോക്കേണ്ടത്. ലുക്കല്ല, ആ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു സംഗതി വർക്കാണോന്നല്ല. അല്ലാണ്ട് വെറുതെ ഒരു ആൾക്കാർക്ക് പുള്ളിനെ വിളിച്ച ആൾക്കാർ പറയണ്ടായി അഞ്ചു ദിവസത്തിനെ പോലെ ആകരുത്, പുള്ളി ഇനി ഇന്റലക്ച്വലായിട്ട് ചെയ്താൽ പോലെ ചോദിക്കണ്ടായി. 5 ദിവസം പുള്ളി തന്നെ ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങളൊരു ഓഡിയോ ലോഞ്ചിൽ പോയായിരുന്നു, ആഘോഷം. അപ്പൊ പുള്ളി സംസാരിച്ചപ്പോ പല പറഞ്ഞ് ഇന്റലക്ച്വൽ വിറ്റുപോകില്ല, ഈ കോമാളത്തിൽ വിറ്റുപോകും. അപ്പൊ അതുകൊണ്ട് ആ ലൈൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇപ്പോ നിങ്ങൾ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ എന്താണ് പെരേരയ്ക്ക് ഒരു അസേ ഡയറക്ടർ ആക്ടർ എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചത്? ആരോട്? ആരാട്ടണ്ണന്റെ അടുത്ത്. പുള്ളി ഞാൻ പറഞ്ഞു കുറച്ചുകൂടി പക്വത കാണിക്കുക, പിന്നെ കുറച്ചുകൂടി എളിമയാകുക, പിന്നെ നല്ല നല്ല ക്യാരക്ടറൈസ് ചെയ്യുക. ഈ മീശ ഒട്ടിക്കലല്ലാണ്ട് മാന്യമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുക. ഇപ്പൊ ഇലക്ഷൻ നടക്കാൻ പോകുന്നു, ഇലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള പാരഡി നമ്മൾ ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞ് പുള്ളി ഇപ്പൊ സമ്മതിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഷൂട്ടുണ്ട്. പിന്നെ രാമലീല സിനിമയുടെ റീക്രിയേഷൻ പുള്ളി ഞാനുമായിട്ടുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊരു പക്ക ഒരു എന്താ പറയാ പ്രൊഫഷണൽ ഒരു സിനിമയാണ്. രാമലീല ഹിറ്റായ പടത്തിന്റെ റീക്രിയേഷൻ ചെയ്യുമ്പോ നമുക്ക് കമന്റ്സ് മാറുമെന്ന് കൂടി ഞാൻ പറഞ്ഞു. കാരണം ഷാജോൻ ചേട്ടനും ദിലീപേട്ടനും ചെയ്ത ആ ഒരു സംഭവങ്ങൾ നമ്മൾ ചെയ്യുമ്പോ കോമഡി അല്ല, ആ സീരിയസ് കണ്ടന്റ് നമ്മൾ ചെയ്യുമ്പോ ചിലപ്പോ ആൾക്കാർ കോമഡി ആയിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യുമ്പോ മൊത്തം ചിരി വരൂല. ചിരിക്കാനാണ് ചെയ്യുന്നത്, ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം സീരിയസ് സബ്ജക്റ്റ് ആണല്ലോ. ആ ഒരു തോക്കിന്റെ കേസും ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വെടിവെക്കുന്ന അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഈ സിനിമയില് ആരാവും? ആറാട്ടണ്ണൻ ആരാവും? രാമലീലയില് ഏത് ക്യാരക്ടർ ചൂസ് ചെയ്യും? പെരേര ഏത് ക്യാരക്ടർ ചൂസ് ചെയ്യും? ഞാൻ രാമനുണ്ണി. ദിലീപേട്ടന്റെ ഭയങ്കര ഫാനാണോ? ഫാനാണ്, പക്ഷെ പുള്ളിയുടെ റിയൽ ലൈഫിൽ നമ്മൾ ആദ്യം പുള്ളിക്ക് എന്നോട് വലിയ താല്പര്യമില്ല. പക്ഷെ പുള്ളിയുടെ സിനിമയോട് എനിക്ക് താല്പര്യമുണ്ട്. ആണല്ലേ? പുള്ളിയുടെ റിയൽ ഇപ്പൊ ഒരുപാട് കേസുകളൊക്കെ ഉണ്ടല്ലോ, അതിപ്പറ്റി സംസാരിക്കുന്ന നമ്മൾ ആളല്ല. കാരണം ആട്ടണം പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഫാൻ ബേസ് പുള്ളിയുടെ സിനിമകളാണ് ആരാധിക്കുന്നത്. ദിലീപ് എന്ന വ്യക്തിയെ നമ്മള് ബേസിൽ കാണുന്നുണ്ട്. പക്ഷെ ദിലീപിന്റെ കഥാപാത്രം ഇപ്പോ സൗണ്ട് ഓമന് തോമയാണെങ്കിലും മീശമാധവനാണെങ്കിലും പിന്നെന്താ പറയാ മൂസ, CID മൂസ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ആ കഥാപാത്രം ആകാൻ വേണ്ടി ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഞായറാഴ്ച 3 കഥാപാത്രം ഒരുമിച്ച് ചെയ്യുന്നത്. കാരണം കമ്മത്താൻ കമ്മത്ത്, രാമലീല, CID മൂസ, ഈ 3ന്റെ റീക്രിയേഷൻ ചെയ്യണേണ്. ഒരു 50,000 രൂപ മുടക്കുണ്ട്. 50,000 രൂപ മുടക്കുണ്ട്. ആരാ ഇതില് നിങ്ങളുടെ സ്പോൺസർ ചെയ്യുന്നത്? ഞാൻ തന്നെ, എനിക്ക് കിട്ടുന്ന ഒരാൾക്ക് ആണല്ലേ? ഇതിന് മാത്രം പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ഇന്റർവ്യൂല് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ 10K കിട്ടും, 20K കിട്ടും. അത്രയും തന്നെയാണോ ഇപ്പൊ കൂടിയിട്ടുണ്ട്? ആണല്ലേ? ഓക്കെ, ഇപ്പൊ പമ്പയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പമ്പ എന്ന് പറയുന്ന പേരിൽ നിന്ന് തുടങ്ങാം. ഈ പമ്പ എന്ന പേര് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ട്രഡീഷണൽ ആയിട്ടുള്ള പേര് സെലക്ട് ചെയ്യുന്ന ആൾക്കാരാ. നേരത്തെ പണ്ട് മുതലുള്ള പേര് പമ്പ എന്നാണോ? അങ്ങനെയാണ്. ആരാണ് ഈ പേരിട്ടത്? എന്റെ മദറാണ്. ഓക്കെ, അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ ടീച്ചറായിരുന്നു, റിട്ടയർ ആയി. ആണല്ലേ? ഓക്കെ, ഇപ്പോ നേരത്തെ റീൽസ് ഒക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സിനെ കുറിച്ച് പറയുമ്പോ പെരേരയുടെ കൂടെ നടന്നപ്പോ കുറെ നെഗറ്റീവ് കമന്റ്സ് വരാൻ സാധ്യത ഉണ്ടായിരിക്കുമല്ലോ. മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് ഒരാള് അതിനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിലേക്ക് അല്ല, അതായത് ഈ നെഗറ്റീവ് പറയാനെന്ന് വെച്ചാൽ മേ ബി മെന്റ് ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ പെരേരയുടെ കൂടെ ഒക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ മേ ബി ഫ്യൂച്ചറിലേക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ചാൻസ് ഇല്ല, നല്ല വർക്ക്സ് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. അങ്ങനെ ഒരു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ കൊച്ചു
അന്ന് നമ്മൾ അത് കല്യാണത്തിന് വേറെ ഒരു ആ കൊച്ചാണ്. അതെ അതെ അപ്പൊ 3 ഇന്റർവ്യൂസ് കഴിഞ്ഞപ്പോ തന്നെ പുള്ളി എന്നോട് വൈകിട്ട് പോയി. അത് ഓരോരുത്തരുടെ കാര്യം. അത് കഴിഞ്ഞ് എന്തൊരു വർക്ക് പുള്ളിക്കാർക്ക് കിട്ടിയല്ലോ. മനസ്സിലായി. സിനിമ കുറവാണ്, പക്ഷെ ആ ഒരു എന്താ പറയാ പ്രൊഫഷണലിസത്തിന് മാറി എന്തും കാണിച്ച് വൈറലാവും എന്ന രീതിയാണ് ശ്രീലക്ഷ്മി കാണിച്ചത്. മനസ്സിലായി. എന്റെ കൂടെ വീഡിയോ കണ്ടില്ലേ, മാന്യമായിട്ടൊരു സാരി കൊടുത്തൊരു പക്ക നീറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്തത്. വേറെ ആൾക്കാരുടെ ഒപ്പം പോയിട്ട് ഒരു എന്താ പറയാ അൺപ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഇപ്പൊ ഈ ഡോക്ടർ ഇറങ്ങിയപ്പോ ചിലപ്പോൾ നല്ലൊരു വർക്ക് കിട്ടുമായിരിക്കും. കാരണം ഇവര് മറ്റേ പണ്ട് ചെയ്തത് മോഡേൺ ആയിട്ടുള്ള റീൽസ് ആണ്. അത് ചെയ്ത് മാത്രം വർക്ക് കിട്ടില്ല. ഇപ്പൊ ഈ പ്രൊഫഷണൽ ആയിട്ട് ചെയ്തുകൊണ്ട് വർക്ക് കിട്ടും. സീരിയസ്ലി ആ ഒരു സാധനം ചെയ്യുമ്പോ ആ പ്രൊഫഷണലിസം ചെയ്താൽ മാത്രമേ ആ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ പറ്റുള്ളൂ. ഒരു ടീച്ചറും ഡോക്ടറും അല്ലെങ്കിൽ പോലീസ് ആയിട്ടുള്ള ക്യാരക്ടർ നമ്മൾ ഷോർട്ട് ഫിലിമിലൂടെയെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്കൊരു ക്യാരക്ടർ സിനിമയോ സീരിയലോ ലഭിക്കുള്ളൂ. അല്ലാണ്ട് നമ്മള് ഓൾറെഡി ചെയ്യുന്ന സാധനങ്ങളെ മാത്രമേ വരുള്ളൂ. ഇപ്പൊ ഇവര് കാര്യത്തെ എടുത്തു കഴിഞ്ഞാൽ മോഡല് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഐറ്റം ഡാൻസ് വിളിച്ചു പറയില്ലേ, വിളിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പരിപാടിയിലേക്ക് വിളിക്കുക. അറിയാലോ, ഐറ്റം ഡാൻസിൽ വിളിച്ചാൽ ഒതുങ്ങിപ്പോവും, ഇതിലേക്ക് വരില്ല. ഓക്കെ. അപ്പോ തുടർന്നുള്ള പ്ലാൻസ് എന്താണ് പമ്പയുടെ? തിരിച്ച് വർക്കിലേക്ക് പോവാണോ അതോ ഈ സിനിമയും മോഡലിംഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനോ? ഇപ്പൊ രണ്ടും കൂടെ ജഗിൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ആണോ? അപ്പൊ ഏത് ചൂസ് ചെയ്യും? ഇപ്പൊ പ്രൊഫഷൻ ചൂസ് ചെയ്യോ? രണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ ഇതൊരു പാഷൻ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണയാണല്ലോ. ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഇഫ് ഫർദർ നല്ല പോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ ഈ ഫീൽഡിലേക്ക് ഫുൾ ടൈം ആണല്ലേ. ഓക്കെ. ഇപ്പൊ ആറാട്ടണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറാട്ടണ്ണൻ കുറെ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് 2K കുട്ടികളൊന്നും കൊള്ളില്ല, ആറാട്ടണ്ണൻ അറിയില്ല, 90s കിഡിന് മാത്രമേ ആറാട്ടണ്ണൻ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോസ് ഇറക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടനെ കുറിച്ച് എന്തൊക്കെയോ മോശമായിട്ട് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെയാണ് ആരൻ ജോസിന് എന്താണ് പറയാനുള്ളത്? എന്നുള്ള വിഷയങ്ങള് പുള്ളി എന്താ പറയാ സിനിമയോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ബേസിക്കലി നമ്മള് സിനിമയെ കുറിച്ച് എന്നോട് പല രീതിയിലും കുറ്റങ്ങൾ എന്നോട് പറയാറുണ്ട്. സിനിമയിൽ പറയുന്ന സംഭവങ്ങളെ പറ്റി നമ്മളെ പുറമെ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. കേരള കമ്മിറ്റി വിഷയം വന്നപ്പോൾ പോലും ഒരുപാട് വാർത്താപ്പുറത്തവർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പോയില്ല. എന്തുകൊണ്ട് പോയില്ല? കാരണം എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ പടങ്ങൾ സിനിമകളിലെ ഓപ്പർച്യൂണിറ്റി കുറവ് അറിയാല്ല. പടങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യാം. അപ്പോ സിനിമകളിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു സിനിമ ബേസിലുള്ള ഒരു പൂജ പ്രോഗ്രാംസിന് നമ്മൾ ജസ്റ്റ് അല്ല അവിടെ ഒരു പങ്കെടുക്കണമെങ്കിൽ ആ ഒരു സിനിമക്കാരുടെ ഒരു അടുപ്പം വേണം, മെന്റലി ഒരു ടോൺ. അപ്പൊ ആ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ എന്ത് കേട്ടാലും നമ്മള് സിനിമ മേഖലയെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ എന്ത് നടന്നോട്ടെ, നടക്കൊന്നും അറിയില്ല, പക്ഷെ അവിടെ എന്ത് സംഭവിച്ചാലും നമ്മളൊരു വർക്ക് ചെയ്യുമ്പോ അതിനകത്ത് എന്തുകൊണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ. നമ്മള് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മള് പേഴ്സണൽ എന്റെ കണ്ണിന് മുന്നിൽ സിനിമാ സെറ്റിൽ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ പറഞ്ഞ എല്ലാ സെറ്റുകളിലും ഞാൻ പോയിട്ട് അവിടെയൊന്നും അങ്ങനെയുള്ള ഒരു ഇപ്പൊ പറയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പറഞ്ഞ പോലുള്ള സംഭവങ്ങളൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഓക്കെ. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ഇപ്പൊ അലൻ ജോസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ട്രസിന് ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ നേരിട്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അലൻ ജോസ് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തായിരിക്കും പറയാ? നടന്നതാണെങ്കിൽ പറയും. എന്റെ അനുഭവത്തില് അങ്ങനെ ഒരു കാര്യം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പൊ കുറെ ആക്ട്രസസ് മറ്റേ പെരേരയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, വലിയ വലിയ നിലയിലൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇന്റർവ്യൂ എടുത്ത ടൈമിൽ തന്നെയാണ് ഇത് രണ്ടുപേര്. എല്ലാവരും എത്തുന്നില്ല, ചില ഫീൽഡുകളിൽ അങ്ങനെ എന്താ പറയാ എല്ലാ ഫീൽഡിലും അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറവാണ്. പിന്നെ സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ മാത്രമേ പിടിപെടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉയർന്നു വരുള്ളൂ. ഓക്കെ. ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടോ? പ്രൊഡക്ഷൻ കമ്പനി അല്ല, ഒരു മൂവിയെങ്കിലും തിയേറ്ററിലേക്ക് എത്തിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ആണല്ലേ. ഓക്കെ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അഭിലാഷ് ഏട്ടൻ, അതുപോലെ തന്നെ മറ്റേ വിഷ്ണു കൊച്ചിക്കാരൻ, അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അവര് ഓരോരുത്തരും അവരുടെ വർക്കായിട്ട് പോയിക്കൊണ്ടിരിക്കണല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വിഷ്ണു കൊച്ചിക്കാരൻ എന്ന് പറയുന്ന ആള് ആറാട്ടണ്ണന്റെ കൂടെയാണ് കൂടുതൽ സമയം പോകുന്നതെന്ന് തോന്നുന്നു. ഇത്രയും നാളും പെരേരയുടെ മാനേജർ ആണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ആറാട്ടണ്ണന്റെ കൂടെ നടക്കുന്നത്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഓരോ വർക്കുകളുണ്ടല്ലോ. കാരണം നമ്മളവിടെ എന്നും നടക്കാൻ അവനെ പേഴ്സണൽ സെക്രട്ടറി മാനേജർ ഒന്നും അല്ലല്ലോ. നമ്മളൊരു കണ്ടന്റിന് വേണ്ടി അവനെ മാനേജർ എന്നൊക്കെ പറയുന്നല്ലേ നമ്മൾ, അല്ലാണ്ട് സ്ഥിരം ഒരാള് നമ്മളവിടെ നിർത്താറില്ല. അല്ല, ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂല് ചോദിച്ചു കഴിഞ്ഞപ്പോ പെരേര തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ മാനേജേഴ്സ് ആണ് അവരെന്നൊക്കെ.
അതൊക്കെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു, അല്ലാണ്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ ശരിക്കും പറഞ്ഞ? കൂട്ടുകാരല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവരിപ്പോ നല്ല നല്ല സാധനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. പക്ഷെ ഇപ്പൊ റീക്രിയേഷൻ വീഡിയോസിൽ ഇപ്പോ ഒരെണ്ണം ക്ലിക്ക് ആയി കൊടുത്തു പുള്ളിക്കാരന്. ഏതാണ് റൺവേയിലെ റീക്രിയേഷൻ ചെയ്തപ്പോ അവന് അത്യാവശ്യം വ്യൂസ് വന്നോ. ആണോ? അത് ഏതായിരുന്നു ആ ഒരു സീൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ചെയ്യാം. ഓക്കെ. ഡിസ്സക്കെ നോക്കിക്കേ താത്തിക്കേ അത്രേ ഉള്ളോ? ഓക്കെ, ഞാനൊരു ടാസ്ക് ആയിട്ട് രണ്ടുപേർക്കും നമ്മുടെ 6-ാം തമ്പുരാനിലെ ആ ഒരു ഇതില്ലേ, കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ തമ്പുരാൻ, ആ ഒരു വീഡിയോ നമുക്കൊന്ന് ചെയ്താലോ? വീഡിയോ കാണണോ? ഓക്കെ. ഞാൻ നേരത്തെ പെരേരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കാവ്യമാധവനെ ഒന്ന് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്, കുറെ പേര് അത് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചപ്പോ പറഞ്ഞു എനിക്ക് മൈക്ക് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മൈക്കുണ്ട്, ക്യാമറ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്ന് കാവ്യമാധവൻ ഇത് ചെയ്തിട്ട് മതിയോ? ഓക്കെ. ആരാന്ന് ചെവി കേക്കില്ലേ? നമ്മളാരാണോ? അങ്ങനെയാണോ ഡയലോഗ്? ഒന്നും കൂടി ഞാൻ ഒന്നും കൂടി കിട്ടിയോ? ഓക്കെ ഓക്കെ, ചെയ്തോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആരാന്ന്? ഞാൻ ഒരു വൈബൊക്കെ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം ചോദിക്കാൻ? നമ്മളാരാണോ? ഇവിടുത്തെ ഭഗവതിയാ. ഇതെന്താ കാവിലെ ഭഗവതി നേരിട്ട് അല്ലാന്ന് പറയാൻ മാഷിക്ക് ഭഗവതി നേരിട്ട് കേട്ട് പരിചയമൊന്നും ഇല്ലല്ലോ. ഓ കൊള്ളായത്. ഓക്കെ, ഇനി നമ്മള് കാവ്യമാധവൻ. ഞാനിത് പറയട്ടെ, ഞാൻ പെരേരയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു ആള്, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് പെരേരന്റെ വീഡിയോ കോൾ ചെയ്തിട്ട് ഈ പല ശബ്ദങ്ങൾ അനുകരിക്കുന്നത്. അപ്പൊ അങ്ങനെ കാണുമ്പോ എന്താണ് തോന്നുന്നത്? നമ്മളെ മറ്റുള്ളവരെ അനുകരിക്കുന്നുണ്ടല്ലോ, ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അത് കണ്ടപ്പോ എന്താ തോന്നിയത്? അതിന് മുന്നേ തന്നെ കോമഡി മാസ്റ്റർ എന്ന് പറഞ്ഞ ഷോ നമ്മുടെ ടിവിയിൽ. അപ്പൊ അതില് നമ്മൾ ഒരു വർഷം മുന്നേ ഞാൻ പോയതാ അവിടെ ഒരു സ്കിറ്റ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം എന്റെ ശബ്ദം അവിടെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കണ്ടു. അത് കേട്ട് ചിരിക്കുന്നതായിട്ട് നമ്മുടെ കുട്ടിയകില് ശ്വേത ചേച്ചി ഇവിടെ ആളുകളുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എന്താ പറയാ, ഒരു മമ്മൂട്ടി മോഹൻലാലിന്റെ ശബ്ദത്തിന് പകരം നമ്മളെ അനുകരണം ചെയ്ത് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരാള് വീഡിയോ കോള് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, എന്നെ അനുകരിച്ചല്ലോ ഇത്രയും ആൾക്കാരെ. നേരത്തെ ശബ്ദമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. ഒരു ഫ്രണ്ടായിരുന്നു പുള്ളി, പക്ഷെ എന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തത് കുറവായിരുന്നു. നല്ല രീതി ചെയ്തിട്ടുണ്ട് പുള്ളി. അതുപോലെ അവസരം കിട്ടട്ടെ പുള്ളിക്ക്. ആണല്ലേ? ഓക്കെ, നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? എന്തുകൊണ്ട്? വേടന്റെ ഒരു പാട്ടായാലോ? വേടൻ ഒരു പാട്ട് അറിയില്ലേ? ഒരുത്തി കുറെ പാട്ടൊക്കെ ഉണ്ടല്ലോ. അറിയില്ല? ഓക്കെ, എന്നാ പേരൊക്കെ ഏത് പാട്ട് പാടാനാ തോന്നുന്നത്? ഈ ഒരു മൊമെന്റിലെ ഈ ഒരു അന്തരീക്ഷവും കൂടെ അഭിനയിച്ച ആക്ട്രസ് കൂടെ ഉണ്ട്, ദിലീപേണ്ട പാട്ട്. ഓക്കെ, രണ്ടുപേരും പാടിക്കും. വട്ടം പെണ്ണെ മതി എന്നുള്ളിൽ നിന്നെ ഈനാവിൽ കാണാനായി, കണ്ണിൽ കണ്ണിൽ കാണും നേരത്ത് കണിപ്പൂക്കാലം വന്നെത്തും കുന്നോളം പൂമായി, ഇത്തിരി പൂമായി കാത്തു നിന്നു ഞാൻ അലസവ മണ്ഡപത്തിൽ. കുളി കഴിഞ്ഞെത്തും കാമിനി നിന്നനുരാഗ മൺവിളക്കിൽ ഇള്ളോളം നീ കണ്ട പൂവൊന്നും പൂവല്ല മണ്ണിന്റെ താരുണ്യ പൂവനത്തിൽ. ഞാൻ പറയട്ടെ, നമ്മൾ നേരത്തെ ദിലീപേട്ടന്റെ പാട്ട് തന്നെയായിരുന്നു പാടിയത്. എന്തുകൊണ്ടാണ് ഈ ദിലീപേട്ടന്റെ പാട്ടുകളോട് ഇത്രയും പ്രിയം? അറിയാൻ പറ്റുന്ന പാട്ട് ഏറ്റവും കൂടുതൽ മറ്റേ ലിറിക്സ് കിട്ടുന്നത് ദിലീപേട്ടന്റെ പാട്ട് മാത്രം. അങ്ങനെ എന്തെങ്കിലും വേറെ പാട്ട് പാടാൻ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ജയസൂര്യന്റെ പാട്ട് അറിയാലോ? ഏത് പാട്ടാ? ആശിച്ചവൻ പാടിക്കും. ഓക്കെ, അത് നേരത്തെ പാട്ടുണ്ടാവും, നോക്കാതെ. അത് 2010 എത്ര വർഷം അറിയില്ല. ജയസൂര്യയുടെ ഹിറ്റായ സിനിമയാണ് പാട്ട്. ആശിച്ചവൻ ആകാശത്തുനിന്നൊരാനെ കിട്ടി, ആകാശം കൂടെ പോന്നേ,
ആളിത്തിരി ആളാവാനൊരു പൂരം വന്നേ, ആ പൂരം ഇന്നാണെന്നേ, പണ്ട് തൊട്ടേ പന്തരുണ്ടേ, പിറകിലെന്ന ജഗത്തിൽ ആരും കാണാ തൃശ്ശൂർ പൂരം. അങ്ങനെ ആശിച്ചവൻ ആകാശം ആനെ കിട്ടേ, ആകാശം കൂടെ പോന്നേ.